ഹലോ. അങ്ങനെ ഞങ്ങളുടെ ഒരു അസർബൈജാൻ ട്രിപ്പിന് ശേഷം നെക്സ്റ്റ് ട്രിപ്പായിട്ട് നമ്മൾ കിർഗിസ്ഥാനിൽ പോകും. എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്നിവിടെ അബുദാബിയിലെ സായിദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ കഴിഞ്ഞ വർഷം അസർബൈജാൻ പോയതിനു ശേഷം ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും പോകാൻ പറ്റിയില്ല ഫാമിലി ആയിട്ട്. അതുകൊണ്ട് അടുത്ത സ്ഥലത്തായ ബിഷ്കേക്കിലോട്ട് കിർഗിസ്ഥാനിലോട്ട് ഞങ്ങൾ പോകും. അപ്പോൾ ഒരു 4 hours ഉണ്ട് ഇവിടുന്ന് നമുക്ക് കിർഗിസ്ഥാനിലോട്ട്. നമ്മൾ UAE റെസിഡൻസിന് വിസ ഓൺ അറൈവൽ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം നമ്മുടെ ഗേറ്റ് തുറക്കാൻ. നമ്മുടെ സ്ഥിരം എയർലൈനായ വിസ എയർലൈനാണ്. ഞങ്ങളെ കൂട്ടാത്തതുകൊണ്ടേ ഞങ്ങൾ പിണങ്ങിപ്പോയി. അപ്പോൾ നമ്മുടെ വിസ എയർലൈനിൽ നമ്മളിപ്പോൾ പോകുന്നു. അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണുന്നു. ബൈ പറഞ്ഞു. അവിടെ പോകുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ കയ്യിൽ എപ്പോഴും ബെറ്റർ US ഡോളർ മാറ്റുക. അവിടെ US ഡോളറിലോട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് ലോക്കൽ കറൻസി മാറ്റുന്നതായിരിക്കും ബെറ്റർ അവരുടെ കിർഗിസ്ഥാനി സോംസിലോട്ട്. സോ നമ്മളവിടെ പോകുന്ന സ്ഥിതിക്ക് ഇറ്റ്സ് ബെറ്റർ ടു കൺവേർട്ട് ഇൻ ടു USD. ഞാൻ അതാണ് ചെയ്തേക്കുന്നത്. USDയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ പോയി ആവശ്യം പോലെ എല്ലാ സ്ഥലത്തും എക്സ്ചേഞ്ച് സെൻറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ചെയ്യുന്നത് ബെറ്റർ. ഞങ്ങൾ വന്ന് അങ്ങനെ മനാസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. നല്ല മഴയുണ്ട്. വിസ ഓൺ അറൈവലായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി സമയം എടുത്തു. നമ്മൾ എഴുതി കൊടുത്ത് UAE ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് വിസ ഓൺ അറൈവൽ കിട്ടി. അവിടെ നിന്ന് ക്യൂ എടുത്ത് നമ്മളിപ്പോൾ ഒരു ടാക്സി പിടിച്ചു നമ്മുടെ ഹോട്ടലിലോട്ട് പോവാം. ഒരു വെറൈറ്റി സ്ഥലം കേട്ടോ. തണുപ്പും തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓട്ടം ഇങ്ങനെ അടിച്ച ഒരു കാഴ്ചകളായിട്ടാണ് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു റഷ്യ ടച്ചൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മുടെ കിർഗിസ്ഥാനിലെ ബിഷേക്കിൽ ഞങ്ങളുടെ ഹോട്ടൽ റൂം എത്തി. 4 മണി 5 മണിയായി നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക്. ലൈറ്റൊക്കെ നോക്കണം, കിട്ടില്ല തന്നെ ഒരു റൂം. Booking.com എപ്പോഴും എടുക്കുമ്പോഴത്തേക്ക് അമേസിങ് ഡീൽസാണ് കിട്ടുന്നത്. ഓഫ് ലാർജ് ഒരു TV. ഔട്ട്സൈഡ് വ്യൂ നോക്കാമേ. പൊളി വ്യൂ. എങ്ങനെയുണ്ടാ ചോദിച്ചേ? സൂപ്പർ റൂം അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു വാഷ് ഏരിയയും ബാത്റൂമും ഒക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ഒരു 3-4 ദിവസത്തേക്കുള്ള ഹോട്ടൽ ലുലു എന്നതിൻ്റെ പേര് കേട്ടോ. ഗുഡ് മോർണിംഗ്. ഇന്നലെ നല്ല ടയേർഡായിരുന്നു, അതുകൊണ്ട് കിടന്നുറങ്ങി. ഒന്നും പുറത്തൊന്നും ഇറങ്ങിയില്ല ഹോട്ടലിലെത്തിയിട്ട്. രാവിലെ നമ്മൾ എണീറ്റപ്പോഴത്തേക്ക് അടിപൊളി ഒരു വ്യൂ ആയി കാണുന്നത് മൗണ്ടൻസും സ്നോയും. ഭയങ്കര ഭംഗിയല്ലേ? നമ്മുടെ ഹോട്ടൽ റൂമിൽ നിന്ന് കാണുന്നതാണ്. ഇന്നലെ കണ്ടില്ല, പക്ഷെ ഇന്നലെ സ്നോ പെയ്തുവെന്ന് തോന്നുന്നു നന്നായിട്ട്. അടിപൊളിയല്ലേ? ഞാനൊന്ന് പുറത്തിറങ്ങി. നമുക്കിന്ന് ബിഷേക്ക് ടൗൺ ഒക്കെ ഒന്ന് കാണാം. ഇവിടെ ഒന്ന് റോം ചെയ്യണം. എന്നിട്ട് നാളത്തേക്ക് ഒരു പ്ലാൻ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇറങ്ങിയതാണ്. റെൻ്റ് കാറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ. ഒന്നിൽ റെൻ്റ് കാർ, നമുക്ക് UAE ലൈസൻസ് ഉള്ളതുകൊണ്ട് റെൻ്റ് കാർ എടുക്കാം. ഇല്ലെങ്കിൽ നമ്മളല്ലാത്ത ഒരു രീതിയിൽ ഇവിടുത്തെ ഫുൾ പരിപാടിയൊക്കെ ഇസിക്കുൽ ലേക്ക് ഉണ്ട്, അതിൻ്റെ ഏരിയനെ ചുറ്റിനാണ് മൊത്തം. അപ്പോൾ ഞാനൊന്ന് അതൊന്ന് റെഡിയാക്കാനായിട്ട് ഇവിടോട്ടൊന്ന് ഇറങ്ങിയതാണ്. അച്ഛനും കുഞ്ഞുമൊക്കെ ഹോട്ടലിൽ നിർത്തി. ഈ നിൽക്കുന്ന പാർലമെൻറ്റ് ബിൽഡിംഗ് ആണ് കേട്ടോ അവരുടെ. നേരെ അപ്പുറത്തെ സൈഡാണ് നമ്മൾ വരുന്നുണ്ട് ഉച്ച കഴിഞ്ഞ്. ഈ വെതർ ഒന്ന് കുറച്ചുകൂടെ ബെറ്ററായിട്ട്. അലാറ്റോ സ്ക്വയർ ഇവരുടെ ഒരു ഏറ്റവും വലിയ ഫ്ലാഗാണ് കിർഗിസ്ഥാൻ്റെ ഫ്ലാഗ് ബിഷേക്ക് ടൗണിലെ. ഇവിടെ കുറേ സെക്യൂരിറ്റിയും കുറേ ഇതുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത് ടർക്കിയിലെ പ്രസിഡൻറ്റ് വരുന്നുണ്ട് ഒരു 2 ദിവസത്തിനുള്ളിൽ. അപ്പോൾ അത്യാവശ്യം കുറേ വണ്ടികളും ആൾക്കാരും ഒക്കെ സെക്യൂരിറ്റി ടൈറ്റ്. ആ സമയത്തൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, പക്ഷേ ഇപ്പോൾ ഓക്കെയാണ്. നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ. ചെറുതായിട്ടൊരു ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് അടിപൊളി ഒരു സ്ഥലം. എനിക്ക് തോന്നുന്നത് ഒരു ജോർജിയയൊക്കെ പോലെ ഉണ്ട്. ഇവർ 2 ലാംഗ്വേജസൊക്കെ സ്പീക്ക് ചെയ്യുന്നത്. കിർഗും പിന്നെ ഇവരുടെ മെയിൻ ലാംഗ്വേജ് കിർഗും പിന്നെ റഷ്യനും സ്പീക്ക് ചെയ്ത് കേട്ടോ. ഒരു റഷ്യയുടെ ഒക്കെ ഒരു ടച്ച് ഉണ്ട്. ഇവർ റഷ്യയൊക്കെ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. ഇവർ കസാക്ക്, ജോർജിയ ഒക്കെ. എനിക്ക് തോന്നുന്നു റഷ്യ വലിയൊരു കൺട്രി അല്ലേ. ഇത് ഇവരുടെ അലാറ്റോ സ്ക്വയർ. ഏറ്റവും കൂടുതൽ മെയിൻ ഒരു സ്ക്വയറാണ്. ഫെസ്റ്റിവൽസും റാലീസും ഒരുപാട് പരിപാടികൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇതിൻ്റെ നേരെ പുറകിലാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഫ്ലാഗ് പോയിൻ്റ്. ഇതാ കിർഗിസ്ഥാൻ്റെ ഫ്ലാഗ്. ഇവിടെ ശരിക്കും ഉണ്ടല്ലോ ബിഷേക്കിൽ കാണാൻ പറ്റുകയെന്ന് വെച്ചാൽ ഈ ഒരു സ്ക്വയറുണ്ട്, പിന്നെ ഒരു മാർക്കറ്റ് ഉണ്ട്, പിന്നെ ഇവിടുന്ന് ഒരു 30-40 കിലോമീറ്റർ പോയാൽ
അല ആർച്ച നാഷണൽ പാർക്കുണ്ട്. ആ പാർക്കിൽ നമുക്ക് ട്രെക്കിങ്ങിനൊക്കെ നല്ലതാണ്, പക്ഷേ ഈ വെതറിൽ പാടാണ്. അപ്പം നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഔട്ട്സ്കേർട്സിൽ ഇസിക് കുൽ ലേക്ക് ഏരിയ ഉണ്ട്. അവിടോട്ടാണ് കുറേ ഗോർജസ്, കുറേ സ്ഥലങ്ങൾ. അപ്പോൾ അവിടോട്ട് നമ്മളൊന്ന് പ്ലാൻ ചെയ്യാൻ പോവാം നാളെ. അതിനുള്ള പരിപാടി റെൻറ്റേ കാർ അല്ലെങ്കിൽ എങ്ങനെ പോകാമെന്നുള്ളത് നോക്കാനായിട്ട് ഇറങ്ങിയതാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ സംഭവങ്ങൾ. ക്യാനിയോൺസ് ഉണ്ട്, വാട്ടർഫോൾസ് ഉണ്ട്, നല്ല നല്ല വില്ലേജസ് ഉണ്ട്. ഇവരുടെ ഫേമസ് ആയിട്ടുള്ള യോട്ട് ക്യാമ്പ്സ് ഉണ്ട്. യൂട്ടിലൊക്കെ താമസിക്കാനാണ് ഒരുപാട് പേര് കിർഗിസ്ഥാൻ വരുന്നത്. അപ്പോൾ അവിടോട്ടൊന്നാണ് ഒരു 2 ദിവസം സ്പെൻഡ് ചെയ്യേണ്ടത്. ശരിക്കും ബിഷേക്കിൽ വന്നാൽ ഒരു 1 day 2 days മാക്സിമം അതിനുള്ളതേ ഉള്ളൂ. ബാക്കി എല്ലാവരും ആ സൈഡാണ്. ആ ഇസിക്കുൽ റീജിയണിൽ നിന്ന് തൊട്ടടുത്താണ് കസാക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ അല്ല ആ ഏരിയ, അൽമാട്ടി എന്നൊക്കെ പറഞ്ഞ്. നല്ല ക്ലൈമറ്റ്, നല്ലൊരു വൈബ്, ഒരു വ്യത്യസ്ത ലാൻഡ്സ്കേപ്പ് കേട്ടോ. ഓട്ടമൊക്കെ കഴിഞ്ഞ് വിൻ്ററിനെ സ്വാഗതം ചെയ്യുന്നതുകൊണ്ട് എല്ലാ മരങ്ങളൊക്കെ മഞ്ഞിച്ചൊക്കെ ഇരിക്കുക. രാവിലെ 11 മണി ആയിട്ടുള്ളൂ, പക്ഷേ വൈകുന്നേരത്തെ ഒരു ലുക്ക്. ഇതാ നമ്മൾ താമസിച്ച ഹോട്ടൽ കേട്ടോ. മാറി നടക്കണം, ഇവിടെ സൈക്കിളിൻ്റെ ലൈനാണ്. അപ്പോൾ സൈക്കിളിൻ്റെ ലൈനിൽ കൂടെ നടന്നാൽ അവർ ചീത്ത വിളിക്കും ഇവിടെ. നമ്മൾ സാധാരണ പോകുന്ന കൺട്രീസിനെക്കാട്ടുള്ള ഒരു വെറൈറ്റി ലാൻഡ്സ്കേപ്പ് ആയിട്ടോ, ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഹോട്ടലിലോട്ട് പോവാം. നാളത്തെ പരിപാടി സെറ്റ് ചെയ്യാനുള്ള തിരക്കായിരുന്നു, അത് റെഡിയായി. ഇനിയിപ്പോൾ ഹോട്ടലിൽ പോയിട്ട് 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അവരെയും കൂട്ടിയിട്ട് എവിടെ ഒട്ടെങ്കിലുമൊക്കെ ബിഷേക്ക് കറങ്ങാൻ ഇറങ്ങണം. എങ്ങനെയുണ്ട് നിച്ചു കിർഗിസ്ഥാൻ? ഇത് ഞാൻ പ്രസന്റ് സാർ. ഓട്ടം വന്നിട്ട് മരങ്ങളെല്ലാം മഞ്ഞിച്ചിരിക്കുന്നത് ഇവിടെ ആക്ച്വലി നല്ല രസമാണ്. നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസമാണ്. നല്ല വെതറും ക്ലൈമറ്റും നല്ലൊരു ഫീൽ അല്ലേ. ഇനി ഞങ്ങൾ ഇപ്പുറത്തെ ഈ കാണുന്ന ഏതായിരുന്നു മ്യൂസിയത്തിലൊന്ന് പോയി നോക്കാൻ പോവാം. ഇവിടെ ഒരു നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം ഉണ്ട്, അവിടെ ഒന്ന് പോയി നോക്കാം. തണുപ്പുള്ളതുകൊണ്ട് കേട്ടോ മാസ്ക് വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ തിരിച്ചിവിടെ എത്തി. ഇത് അലാറ്റോ സ്ക്വയർ ഏരിയ. എന്ത് ഭംഗിയല്ലേ, മരങ്ങളൊക്കെ ഓട്ടത്തിൻ്റെ ഒരു രീതിയിൽ നിൽക്കുന്നത്. ആ സൈഡിൽ കാണുന്നതാണ് പാർലമെൻറ്റ് ബിൽഡിംഗ്. ഇതാണ് നമുക്ക് പോകാനുള്ളത് നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം. ഇത് ചുമ്മാ ഞങ്ങളൊന്ന് നടന്ന് നോക്കുക. ഈ ഒരു പാർക്കിൽ പോലത്തെ കൂടെ ഞങ്ങളൊന്ന് നടന്ന് നോക്കുക. ഓ, കിർഗിസ്ഥാനിലെ ഒരു സ്ക്വയറല്ല, ഗോൾഡൻ ഹെഡും ആഷ് ബോഡിയും കാണാൻ ഭംഗിയാണ്. നേരെ കാണുന്നതാണ് ഐസ് മൗണ്ടൻസ്, സ്നോ ക്യാപ്ഡ് മൗണ്ടൻസ് ആട്ടോ. എൻ്റെ നേരെ നമ്മൾ ഫ്ലാഗ് തൊട്ടിപ്പുറത്തുള്ള ഒരു സ്റ്റേറ്റ് മ്യൂസിയം ഉണ്ട് അതിൻ്റെ ഒക്കെ അടുത്ത്. ഈ നേരെ കാണുന്നതൊക്കെ അലാറ്റോ സ്ക്വയർ കേട്ടോ. ചില സമയത്ത് എനിക്ക് തോന്നുന്നു മഞ്ഞ് അവിടെ പെയ്യുന്നുണ്ട്, ഉരുകി പോരുന്നുണ്ട്, അങ്ങനെയാണ്. ചില സമയത്ത് കാണുമ്പോൾ സ്നോ ക്യാപ്പ് കാണുമല്ല. നമ്മൾ രാവിലെ വന്നത്, ഇപ്പോഴും മഴയൊക്കെ മാറി. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു തോന്നുന്നു, അലാറ്റോ സ്ക്വയറിലാണ് ഏറ്റവും കൂടുതൽ ഫെസ്റ്റിവൽസ്, ഇവൻറ്റ്സ്, റാലീസ്, എല്ലാ പബ്ലിക് ഗ്യാതറിങ്സ്, കുറേ പരിപാടി നടത്തുന്നത് സീസൺ സമയത്ത്. ഇപ്പോൾ ഞങ്ങൾ ദ നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം ഒന്നുള്ളിൽ കയറി നോക്കാൻ പോവാം. എന്നാലും ഇവിടുന്ന് സ്നോ ക്യാപ്ഡ് മൗണ്ടൻസ് ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ. ഭയങ്കര ഭംഗി, ഇത്ര അടുത്ത്. സഹൃദയകരായ നാട്ടുകാരെ, ഇതാണ് ഞാൻ പഠിക്കുന്ന എൻ്റെ കോളേജ്. ഇതാണ് ഞാൻ എന്നും പ്രസന്റേഷൻ എടുക്കുന്ന സ്ഥലം അല്ലേ. ഇവിടെ വെച്ചിട്ടാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. ഇതെൻ്റെ എന്നുള്ള സ്റ്റേജാണ്. പ്രത്യേകമായി റൂണിച്ചേട്ടനും ഷോനയ്ക്കുള്ള ഞാൻ ട്രോളന്മാർക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇത് ഈ സ്റ്റേറ്റ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലെ ഒരു ഓഡിറ്റോറിയമാണ്. 10th സെഞ്ച്വറിയിലെ ഒരു റൈഫിളും നൈഫൊക്കെയാണ്. ഇതും 20th സെഞ്ച്വറി. ഇതൊക്കെ കാട്രേജിൻ്റെ വെച്ച ഒരു ബോക്സ്, ഹാൻഡ് കഫ്സ് ഒക്കെ. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് തൊട്ടേക്കുന്നുണ്ടോ. ഫ്ലൂട്ട് തൊട്ട് പണ്ടത്തെ ഡ്രം.
ഒരു സ്നോ ലെപ്പേർഡിൻ്റെ ആണെന്ന് തോന്നുന്നു. സ്നോ ലെപ്പേർഡിൻ്റെ ഒക്കെ സ്കിന്നും അതിനെ ഹണ്ട് ചെയ്തുകൊണ്ട് വെച്ച റൈഫിൾസും. ഇതൊരു വുൾഫ്, തൊട്ടപ്പുറത്ത് ഒരു ഫോക്സിൻ്റെ ഒക്കെ സ്കിന്ന്. എനിക്ക് തോന്നുന്നു ഇന്നൊക്കെ ട്രാപ്പ് ചെയ്യാനും പിടിക്കാനൊക്കെ ഉള്ള ഒരു എക്വിപ്മെൻറ്റ്സ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഇത് ഹണ്ടേഴ്സിൻ്റെ ബെൽറ്റും, ഹണ്ടേഴ്സിൻ്റെ ബെൽറ്റിൽ തൂക്കിയിട്ടായിരുന്ന ഹണ്ടിങ് ഇൻസ്ട്രുമെൻറ്റ്സ് പഴയത്. എല്ലാം 19th സെഞ്ച്വറിയാണ്. ഇവിടെ ഒരു ട്രഡീഷണൽ നൊമാഡ്സ് വെക്കുന്ന യോട്ട് ഇസിക്കുൽ ലേക്ക് റീജിയണലിൻ്റെ ഫുൾ അവിടെ ഇതാണ്. ഇതുപോലത്തെ ഒരെണ്ണത്തിലോട്ടാണ് നമ്മൾ യോട്ടിൽ നാളെ താമസിക്കാൻ പോകുന്നത്. അടിപൊളിയല്ലേ? മ്യൂസിയം കഴിഞ്ഞു. ഒരു 2 ഫ്ലോർ ഇവരുടെ കുറേ അഗ്രികൾച്ചറും എക്വിപ്മെൻറ്റും സാധനങ്ങളും. ഇറ്റ്സ് ഓക്കെ. ഒരു 200 റുപ്പീസ്. ഇവിടുത്തെ കറൻസി എന്ന് പറയുമ്പോൾ കിർഗിസ്ഥാനി സോം എന്ന് പറയും. ഓൾമോസ്റ്റ് ഇക്വിവലൻ ടു നമ്മുടെ റുപ്യ. 200 സോംസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ ഒരു തുല്യമായിട്ട് വരും. ഒരാൾക്ക് 200, വിച്ച് ഈസ് ഓക്കെ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒരു ബസാറുണ്ട്, അവിടെ പോയിട്ട് 1-2 സുവനിയേഴ്സ് മേടിക്കണം, ഫുഡ് കഴിക്കണം, റൂമിൽ പോകണം. കാരണം നാളെ രാവിലെ 9 മണിക്ക് നമുക്ക് അവിടോട്ട് പോകാനുള്ളതാണ്. ഇസിക്കുൽ ലേക്ക് ഏരിയ അവിടെയാണ് നാളെ കഴിഞ്ഞൊക്കെ. എല്ലാവരും മോസ്റ്റ്ലി ബിഷേക്ക് വന്നാൽ ആ ഒരു ഏരിയയിലാണ്. നമ്മൾ നേരത്തെ കണ്ട ആ മൗണ്ടൻ ക്യാപ്പ് ഇപ്പോൾ കാണുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഫോഗ് വരുമ്പോൾ ചില സമയത്ത് കാണാൻ, ചില സമയത്ത് കാണില്ല. ഇവിടുത്തെ ഒരു മെയിൻ മോണ്യുമെൻറ്റും ഏരിയ ആണ് അലാറ്റോ സ്ക്വയർ, ഇവിടുത്തെ മ്യൂസിയം. ഇപ്പം നമ്മൾ കുറച്ച് മുന്നേ പോയ ഫൈനലി ഫെല്ലോ ഓഫ് പാർക്കൊക്കെ.